പിതൃമോക്ഷ പ്രാപ്തിക്കായി കർക്കിടക വാവ് ദിവസം അനുഷ്ഠിക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ മുതൽ ആരംഭിച്ചു. ക്ഷേത്രങ്ങളിലും വിവിധ സ്നാനഘട്ടങ്ങളിലും ബലി അർപ്പിക്കാൻ വിശ്വാസികളുടെ ഒഴുക്കാണ്. വിവിധ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുന്നു. അരുണമൃനാഥ് തിരുനാവായയിൽ നിന്നും, വിഷ്ണുപ്രകാശ് ആലുവ മണപ്പുറത്തു നിന്നും, രാഹുൽജിനാഥ് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അരുണമൃനാഥിലേക്ക്. അരുൺ, തിരുനാവായിലെ തിരക്ക് എങ്ങനെയുണ്ട്? ഏകദേശം ബലിതർപ്പണ കർമ്മങ്ങളൊക്കെ എത്ര മണിയാകുമ്പോഴേക്കും പൂർത്തിയാകുമായിരിക്കും? മറ്റ് സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെയുണ്ട്? മോത്തി, ഈ നീണ്ട നിര തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അത്തരത്തിൽ ആളുകൾ എത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തേക്കാൾ ആളുകളെ ഇപ്പോൾ ഈ മണിക്കൂറിലും കൂടുതലായി എത്തുന്നുണ്ട്. കഴിഞ്ഞ മണിക്കൂറിലൊക്കെ പ്രതീക്ഷിച്ചത് പോലെ തന്നെ ഇത്തരത്തിൽ 1,00,000-ഓളം ആളുകൾ എന്നുള്ളതൊക്കെയാണ് ക്ഷേത്രം കമ്മിറ്റിയുടെ പ്രതീക്ഷ. അപ്പോൾ അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ തന്നെ നടത്തിയിട്ടുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. രാവിലെ എത്തിയോ? രാവിലെ എത്തിയത് 2 മണിക്കൂറായി ക്യൂല്. 2 മണിക്കൂറോളായി ക്യൂല് നിൽക്കുന്നില്ല. നല്ല തിരക്കുണ്ട്. നല്ല തിരക്കുണ്ട്. മഴയൊക്കെയാണ്, എന്നാലും ഇല്ല, മഴയാണ് എന്നാലും കുഴപ്പമില്ല. വലിയ തിരക്കും കാര്യങ്ങളും ഇല്ലെങ്കിലും സാറായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. തിരക്കുണ്ടല്ലേ? നല്ല തിരക്കാണ്. എന്നാലും എങ്ങനെയെങ്കിലും എല്ലാ വർഷവും എത്താറുണ്ട്. അത്തരത്തിൽ നവാമുകുന്ദ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി നമുക്ക് അറിയാവുന്നതാണ്. പിതൃമോക്ഷത്തിനായുള്ള ബലിതർപ്പണത്തിന് ഏറ്റവും പ്രസിദ്ധമാർന്ന ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് നവാമുകുന്ദ ക്ഷേത്രം. അപ്പോൾ അത്തരത്തിൽ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള വിശ്വാസികളുടെ തിരക്ക് പ്രതീക്ഷിക്കപ്പെടുന്നത് പോലെ തന്നെ ഉണ്ട്. ഇത്തവണയും 2 മണിക്കൂറൊക്കെയായി ഇത്തരത്തിൽ വലിയ നിരയിൽ ഉള്ള ആളുകളെയൊക്കെ നമുക്ക് ഈ ഘട്ടത്തിലും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും വരുന്ന മണിക്കൂറിലും തിരക്ക് വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ് കണക്കാക്കുന്നത്. എന്നാലും അതിനൊക്കെ അനുസരിച്ചുള്ള ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ക്ഷേത്ര ഭാരവാഹികൾ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. മോത്തി, ശരി. അരുണമൃനാഥാണ് വിവരങ്ങളിൽ പങ്കുവച്ചത് തിരുനാവായിൽ നിന്നും. ഇനി ആലുവ മണപ്പുറത്തേക്കാണ് നമ്മൾ. വിഷ്ണു പ്രകാശ് ഉണ്ട് അവിടെ. വിഷ്ണു, പറയൂ, അവിടുത്തെ തിരക്ക് എത്രത്തോളം? വിശദ വിവരങ്ങൾ എന്തൊക്കെ? മോത്തി, ആലുവയിലും ഇപ്പോൾ അത്യാവശ്യമുള്ള ഒരു തിരക്കുണ്ട്. നേരത്തെ 7 മണിയുടെ ആ ഒരു ലൈവിൽ പറഞ്ഞ പോലത്തുള്ള അത്തരമൊരു തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. കാരണം വരുന്ന വഴിയിലെല്ലാം നമ്മൾ അന്നേരം അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയൊക്കെ ധാരാളം ആളുകൾ വരിവരിയായി നിന്ന് വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ആ വഴിക്കെല്ലാം കുറച്ച് തിരക്കൊഴിഞ്ഞ നിലയിലാണ് കാണുന്നത്. പക്ഷേ എന്നാലും ബലിതർപ്പണം നടക്കുന്ന വേദികളിൽ അവിടെ നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. അവിടെ ആളുകൾ എല്ലാം തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ പുലർച്ചെ ആരംഭിച്ച ബലിയിടൽ ചടങ്ങുകളാണ് ഇപ്പോഴും അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ ബലി അർപ്പിച്ചവർ പുഴയിൽ എല്ലാം ഇപ്പോൾ ആ ഒരു ബലിച്ചോറ് അത് നൽകുന്ന ആ ഒരു രംഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അതിനുശേഷം ഇവർ കുളിച്ച് ഇവിടെ നിന്നും ക്ഷേത്രത്തിൽ തൊഴുത് അവിടെ നിന്ന് മടങ്ങുകയാണ് ചെയ്തത്. ചേട്ടാ, എവിടുന്നാണ് വരുന്നത്? ബലിട്ടോ? ഇല്ല, ഇടാൻ വേണ്ടിയുള്ള തിരക്കല്ലേ. തിരക്ക് ഉണ്ടല്ലേ? അതെ അതെ. എങ്ങനെയാണ് സൗകര്യങ്ങളൊക്കെ? കുഴപ്പമില്ല. എന്തായാലും മഴ ഉണ്ടായിരുന്നു രാവിലെ. ആ ഒരു മഴ ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ട്. അത് ഒരു തരത്തിൽ ആളുകൾക്ക് ആശ്വാസമാണ്. എന്നാലും ചെളിയുടെയൊക്കെ ചേരാൻ അസുഖമുണ്ട്. ചേട്ടാ, ബലിയിടുന്നതിനും ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല ഇല്ല. വർഷങ്ങളായിട്ട് വരുന്നതാണോ? വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഇരുന്നേ. ഇന്നിപ്പോ എങ്ങനെ തിരക്ക് നിങ്ങൾക്ക്? ഇന്ന് കഴിഞ്ഞ ദിവസം കുറവാണ്. എപ്പോഴാണ് എത്തുന്നത്? എപ്പോഴെത്തിയത്? ഞാൻ ഒരു 7 മണി എത്തിപ്പോ. ഇപ്പൊ ഇട്ട് കഴിഞ്ഞു. ബലിയിട്ടോ? അത്തരത്തിൽ ആളുകൾ ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നത്. എറണാകുളം ജില്ലയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ആലുവ. ശിവരാത്രി മണപ്പുറത്തുള്ള കർക്കിടക വാവ് ബലി എന്ന് പറയുന്നത്. ദൂരദേശങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ ഇവിടേക്ക് ധാരാളമായി എത്താറുണ്ട്. അങ്ങനെ വന്ന ആളുകളുണ്ട്, തലേ ദിവസം തന്നെ വന്ന് എത്തിയവരുണ്ട്. അവരെല്ലാം പുലർച്ചെ മുതൽ ആരംഭിച്ചതിനാൽ തന്നെ 2:30-ക്ക് ആരംഭിച്ച ബലിയിടൽ ചടങ്ങുകളാണ്. അപ്പോൾ അത് ആരംഭിച്ചതോടുകൂടി തന്നെ രാവിലെ ഇന്നലെ വന്ന് ഇവിടെ തങ്ങി ബലിയിട്ടവരെല്ലാം ഇവിടെ നിന്ന് പോയ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ പരിസരത്ത് തന്നെയുള്ള ആലുവ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന അങ്കമാലി, പറവൂർ അത്തരം മേഖലയിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇപ്പോൾ ധാരാളമായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു ചടങ്ങുകളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 50ഓളം ബലിത്തറകൾ ഇന്നിപ്പോൾ ഇതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. 50ഓളം ബലിത്തറകളിൽ ഒരു ബലിത്തറയിൽ തന്നെ ഒരു സമയം 10-ലധികം പേർക്കും മറ്റും ബലിയിടാവുന്ന സൗകര്യങ്ങൾ ഉണ്ട്. അപ്പോൾ വലിയ ഒരു തിരക്ക് ഇല്ല. അതുപോലെ വന്നെത്തുന്ന ആളുകൾക്ക് വേണ്ട സജ്ജീകരണങ്ങളുണ്ട്. അതുകൊണ്ട് വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. എളുപ്പത്തിൽ ബലി തർപ്പണം നടത്തി മടങ്ങി പോകാനുള്ള സൗകര്യങ്ങൾ അവിടെയുമുണ്ട്. ആലുവ മണപ്പുറത്ത് രാഹുൽജിനാഥ് ശംഖുമുഖത്ത് നിന്ന് ചേരുന്നു തിരുവനന്തപുരത്ത്. രാഹുൽ, ശംഖുമുഖത്തും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? നേരത്തെ തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിലും തിരക്കുണ്ടായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുകയാണല്ലേ?
ശംഖുമുഖത്താണുള്ളത്. ഇവിടെ 3 ബലിത്തറകളാണുള്ളത്. പക്ഷേ ശംഖുമുഖം കടപ്പുറമായതുകൊണ്ട് തന്നെ വലിയ സ്ഥലം, അത്രമാത്രം ഭക്തജനങ്ങളെ ഈ ദൃശ്യങ്ങൾ കാണാൻ അത്രമാത്രം ഭക്തജനങ്ങൾക്ക് ബലി അർപ്പിക്കാനുള്ള ഒരവസരമുണ്ട്. എന്നാലും പ്രധാനപ്പെട്ട മറ്റൊരിടം നേരത്തെ നമ്മൾ പരശുരാമ ക്ഷേത്രത്തിൽ തിരുവല്ലത്ത് നിൽക്കുമ്പോൾ സൂചിപ്പിച്ചതാണ്. തിരുവനന്തപുരത്തെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ശംഖുമുഖം കടപ്പുറം എന്ന് പറയുന്നത്. നിരവധി ആളുകൾ രാവിലെ മുതൽ ഇവിടെ എത്തുന്നുണ്ട്. ഇവിടുത്തെ ഈ സ്ഥലത്തിനുള്ള ഒരു സൗകര്യമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ 3 ബലിത്തറകളിൽ നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾക്ക് ഒരേ സമയം ബലി അർപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഇവിടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ആളുകളെല്ലാം, അതായത് കടന്നു പോകുന്ന ആർക്കും കാത്തു നിൽക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. കഴിയുന്ന ഉടനെ തന്നെ ചടങ്ങുകൾ കഴിയുന്ന ഉടനെ തന്നെ അടുത്ത ആളുകൾക്ക് വന്നിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. നിരവധി ആളുകളെ നമുക്ക് ഇവിടെ കാണാം. ചടങ്ങുകൾ ആരംഭിച്ചത് എന്തായാലും ഇത്തരത്തിൽ ചടങ്ങുകൾ നടക്കുകയാണ്. നിരവധി ആളുകൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ശംഖുമുഖത്തെ സംബന്ധിച്ച് അവർക്ക് കടലിലേക്ക് ഇറങ്ങാനുള്ളൊരു പരിമിതിയുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കും. അതായത് അവർക്ക് ചടങ്ങുകൾ പൂർത്തിയാക്കിയാൽ പിന്നീട് അവർക്ക് ഈ ബലിതർപ്പണം പൂർത്തിയാക്കുന്നതായി ഈ കാണുന്ന ഇവിടെ ഈ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കടലിലേക്ക് ഇറങ്ങി ചടങ്ങുകൾ പൂർത്തിയാക്കാനുള്ള അവസരം ഇവിടെ ഇല്ലാത്ത കടലേറ്റത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ വേലി വെച്ച് തിരിച്ചിട്ടുണ്ട്. ചടങ്ങുകൾ പൂർത്തിയായ ശേഷം അവർ ഇവിടെയാണ് ഈ ബലി അർപ്പിച്ചിട്ടുള്ള ഇലകൾ ഇടുന്നത്. തൊട്ടപ്പുറത്തേക്ക് കടലിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. കൽമണ്ഡപത്തിനടുത്ത് വരെ കടൽ കയറിയിട്ടുണ്ട്. ഏതായാലും ശംഖുമുഖത്ത് നിരവധി ആളുകൾക്ക് പങ്കെടുക്കാനുള്ള, ബലി അർപ്പിക്കാനുള്ള ഒരു വലിയ സൗകര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാഴ്ചകളിൽ കാണാൻ കഴിയുന്നത്. ശരി, ശംഖുമുഖത്ത് തീരം വളരെ കുറഞ്ഞിരിക്കുന്നു. കടലിലേറ്റം കാരണം ഇപ്പോൾ കുറച്ചു കാലങ്ങളായി അങ്ങനെയാണ്. അവിടുത്തെ റോഡടക്കമുള്ള നിർമ്മിതികളെല്ലാം പൊളിഞ്ഞു പോയൊരവസ്ഥ ശംഖുമുഖത്ത് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടലിലേക്ക് ഇറങ്ങുന്നത് അത്രത്തോളം പ്രായോഗികമല്ല. വേലി കെട്ടി തിരിച്ചിട്ടുണ്ട് ശംഖുമുഖത്ത് സുരക്ഷയുടെ ഭാഗമായി ആണ്.